ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുറേ ദിവസങ്ങൾക്ക് ശേഷം റംസാനിൻ്റെ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. മക്കളുടെ എക്സാമും കാര്യങ്ങളും നോമ്പ് പണിയൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാൻ ലേറ്റായത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയും എഗ് ബോക്സിൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇടിയപ്പം തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് ഇഡ്ഡലി ചെമ്പിലാണ്. അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതിൻ്റെ മുമ്പായി നമുക്ക് ഫസ്റ്റ് തന്നെയായിട്ട് കാണാൻ പോകുന്നത് എഗ് ബോക്സിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടി ഇത് സമൂസയുടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. കൂടാതെ മൈദപ്പൊടി വെള്ളത്തിൽ കലക്കി എടുത്തിട്ടുണ്ട്. 5 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഫില്ലിങ്സിനായിട്ട് തയ്യാറാക്കിയെടുത്ത മസാല, നമുക്ക് സമൂസയൊക്കെ തയ്യാറാക്കി എടുക്കുമല്ലോ, സെയിം മസാല തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ എഗ് ബോക്സ് എങ്ങനെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നോക്കാം. ആദ്യം തന്നെ ഈ ഷീറ്റിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സമൂസയുടെ ഷീറ്റ് ഫുള്ളായിട്ട് തന്നെ എടുക്കുന്നില്ല, കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളതിലേക്ക് എയർ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാം. ഇനി എഗ് ബോക്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സമൂസൻ്റെ ഷീറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സമൂസയുടെ ഷീറ്റ് എടുത്തിട്ട് ഇതുപോലെ ക്രോസാക്കി വെച്ചിട്ടുമാണ് നമ്മുടെ എഗ് ബോക്സ് തയ്യാറാക്കി എടുക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഫില്ലിങ്സാണ് വെച്ച് കൊടുക്കുന്നത്. ഈ ഫില്ലിങ്സ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് 3 വലിയ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മല്ലിച്ചപ്പ് ചിക്കൻ മസാല എന്നിവയൊക്കെ ഇട്ടിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയുടെ പീസ് എടുത്തിട്ട് വെച്ച് കൊടുക്കാം. നിങ്ങൾ കുറച്ചധികം തയ്യാറാക്കി എടുക്കുമ്പോൾ മുട്ട കുറവാണെന്നുണ്ടെങ്കിൽ ഒരു മുട്ട തന്നെ 3 പീസായിട്ടും കട്ട് ചെയ്തെടുക്കാം. ഒരു പീസ് മുട്ട ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ ഭാഗത്തുള്ള ഷീറ്റാണ് ആദ്യം വെച്ച് കൊടുക്കേണ്ടത്. അതിനുശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഷീറ്റിൽ മൈദപ്പൊടി ആക്കിയിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇനി ഇത് നമുക്കിത് അടച്ചു വെച്ചതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് കൈ കൊണ്ടൊന്ന് അമർത്തി കൊടുക്കാം. ഹോള് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള പീസിലും ഇതുപോലെ തന്നെ മൈദപ്പൊടി തേച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ടൈറ്റായിട്ട് തന്നെ ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് ഇതുപോലെ അമർത്തി കൊടുക്കാം. ബാക്കിയുള്ള സൈഡും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇനി തയ്യാറാക്കിയെടുത്ത ബോക്സിൻ്റെ സൈഡിലായിട്ട് ഹോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കുറച്ച് മൈദപ്പൊടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ അതിനകത്തേക്ക് ഓയിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ എഗ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. അടുത്തതായി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഓയിലാണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഓരോന്നായി ഇട്ട് കൊടുത്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പരന്ന ചട്ടി എടുത്ത് കുറച്ചധികം ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒരുമിച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് 2 സമൂസ ഷീറ്റ് വെച്ചിട്ട് തയ്യാറാക്കിയൊന്നുകൊണ്ട് തന്നെ ഒന്ന് കഴിക്കുമ്പോഴേക്കും തന്നെ വയറ് നന്നായിട്ട് ഫില്ലാവും. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി 1.5 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തിളച്ച വെള്ളം ഉപ്പിട്ടിട്ട് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ തയ്യാറാക്കിയെടുക്കുന്ന ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. ഇത് കൈ വെച്ച് ഇളക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, തിളച്ച വെള്ളമായതുകൊണ്ട്. അതുകൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത്. ഇത് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ ആയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇടിയപ്പം നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് നമ്മളിതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗം മിക്സായി വന്നിട്ടുണ്ട്. അടിഭാഗത്ത് കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ കുറവുണ്ട്. അതിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചത് ഇതുപോലെ നന്നായിട്ട് തന്നെ വാട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇടിയപ്പം റെഡിയാക്കി എടുക്കുന്നത് ഇഡ്ഡലിയുടെ തട്ടിലാണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലെ 5 തട്ടുണ്ട് എൻ്റെ ഇഡ്ഡലി ചെമ്പിന്. ഇനി ഇടിയപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ അതിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതുപോലെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ തേങ്ങ വെച്ചിട്ട് അതിൻ്റെ ഭാഗത്തൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തേങ്ങയുടെ പാൽ അവിടെ ആകുന്നതുകൊണ്ട് തന്നെ ഇടിയപ്പം റെഡിയാക്കി എടുക്കുമ്പോൾ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് എല്ലാത്തിലും ഇതുപോലെ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഇടിയപ്പത്തിൻ്റെ തട്ടെല്ലാം കൂടെ ജോയിൻ്റ് ആയിട്ട് ഒരൊറ്റ കോലുമായിരുന്നു. അത് കംപ്ലൈൻ്റ് ആയത് കാരണം അതൊഴിവാക്കിയിട്ട് ഈ തട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇപ്പോൾ വെച്ച് കൊടുത്തിട്ടുള്ളത്.
അതായത് വെള്ളത്തിൽ തട്ടാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്ത മാവ് സേവനാഴിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെയാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ഫസ്റ്റത്തെ തട്ടിൽ ഇടിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ വലിയ ഇടിയപ്പ ചെമ്പ് ഉണ്ടെങ്കിൽ ഒറ്റ ട്രിപ്പിൽ തന്നെ 1.5 നാഴി ഉപയോഗിച്ച് നമുക്ക് ഇടിയപ്പം റെഡിയാക്കി എടുക്കാം. അങ്ങനെ ബാക്കിയുള്ള തട്ടിലും ഇടിയപ്പത്തിൻ്റെ മാവാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ റെഡിയാക്കി എടുക്കുന്നത് രണ്ടാമത്തെ നോമ്പിനാണ്. എല്ലാ ഇടിയപ്പത്തിൻ്റെ മാവും അതുപോലെ അതിൻ്റെ ട്രേയിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതുപോലെ നടച്ചു വെക്കാം. ഇനി ഇത് 15 മിനിറ്റോളം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോഴേക്ക് നമ്മുടെ എഗ് ബോക്സ് സൈഡിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇടിയപ്പം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇഡ്ഡലി തട്ടിൽ റെഡിയാക്കി എടുത്താൽ നമ്മുടെ സോഫ്റ്റായിട്ടുള്ള ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിന്ന് ഞാൻ തയ്യാറാക്കിയെടുത്ത 2 റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കൂടെ കാണുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ടോ, ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു റെസിപ്പി കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കസ്റ്റർഡ് ആയിരുന്നത്. കസ്റ്റർഡ് പൗഡർ ഇല്ലാതെ എങ്ങനെയാണ് കസ്റ്റർഡ് തയ്യാറാക്കി എടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. 1/2 ലിറ്റർ പാലിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കുറച്ച് സ്ട്രോബെറി എസൻസും ഒഴിച്ചിട്ടാണ് ഈ കസ്റ്റർഡ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട്സ് കൂടാതെ നട്ട്സോ ഡേറ്റ്സോ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കസ്റ്റർഡ് പൗഡർ ഇല്ലാത്ത കസ്റ്റർഡ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയ റെസിപ്പിയും വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു.